പ്രേക്ഷകരെ, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം, അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയൊക്കെ കാരണം വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമം പല രാജ്യങ്ങളും, വികസിത രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമം നേരിട്ടപ്പോൾ ഭാരതം വളരെ സുരക്ഷിതമായി തന്നെ എവിടെയും ഒരു ക്ഷാമവുമില്ലാതെ ഭാരതത്തിന് ജനങ്ങൾക്ക് ഇന്ധന വിതരണം നടത്തുവാൻ വേണ്ടി സാധിച്ചു. അത് ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയമാണ് എന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും വലിയ രീതിയിലുള്ള വിലപേശലൊക്കെയുമായി അമേരിക്ക രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ ഇത് ഭാരതമാണ്. ഭാരതത്തിന് മുന്നിൽ ഈ വിലപേശലൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് അമേരിക്ക മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്ക അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഭാരതം എന്നുള്ളതാണ് അടുത്ത വാർത്ത. രാജ്യത്തെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ വ്യക്തമാക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ അധിക നികുതി ചുമത്തുവാനുള്ള US നീക്കം പരിശോധിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നോക്കാം. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്. ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കും. ഇക്കാര്യത്തിൽ US-ഉമായും ചർച്ച തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. India has a robust legal and regulatory framework on strategic trade controls and carries out its export of dual-use items and technologies to various countries in accordance with its national laws and consistent with its international obligation. അതിനിടെ രാജ്യത്തെ എണ്ണ വാതക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. 2030-31 സാമ്പത്തിക വർഷം വരെ നീണ്ടുനിൽക്കുന്ന ഈ പദ്ധതിക്കായി 84,084 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. കടലിനടിയിലുള്ള എണ്ണ വാതക ശേഖരം കണ്ടെത്തുന്നതിനായി വൻതോതിലുള്ള സീസ്മിക് ഡാറ്റാ ശേഖരണവും വിശകലനവും പദ്ധതിയുടെ ഭാഗമായി നടക്കും. ഇതിനു പുറമെ ആഴക്കടലിലും അൾട്രാ ഡീപ്പ് വാട്ടറിലുമുള്ള പര്യവേക്ഷണ ഡ്രില്ലിങ്ങും ശാസ്ത്രീയ പഠനങ്ങളും ഈ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കും. ജനം, ഡൽഹി.